ഹലോ മച്ചാമാരെ, അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ വർക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് വണ്ടിയുടെ തീർത്ത്. ഓൾമോസ്റ്റ് നല്ല വണ്ടി ഇപ്പോൾ പക്ക ക്ലീനാണ്. ഇനി കാണുന്ന വണ്ടിയുടെ ബാക്കിലെ ബമ്പറിൻ്റെ ആ ഭാഗത്തും അതേപോലെ ഡിക്കിയുടെ മേലുള്ള ചെറിയ പ്ലേറ്റ് ഉണ്ട്, അത് രണ്ടും നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് ആയിരിക്കുകയാണ്. അപ്പോൾ രണ്ടും പെയിൻറ്റ് അടിച്ച് നമ്മൾ ചെറുക്കനെ സെറ്റാക്കി ഇറക്കാൻ പോകണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ അതിലുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ബ്ലേഡ് ഉപയോഗിച്ച് എടുത്ത് കളയാണ് കേട്ടോ. കേട്ടാ ചെയ്തിട്ട് എനിക്ക് റെഡ് അടിച്ചു തരുമോ? അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ബമ്പറിലെ പെയിന്റ് റിമൂവ് ഒക്കെ ചെയ്ത് തീരാറായിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ ബമ്പറിൽ ചെറിയൊരു ഡെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ഓഫ് റോഡ് പോയ ടൈമിൽ വണ്ടി റിവേഴ്സ് വന്നപ്പോൾ ഒരു കല്ലുമ തട്ടി പൊന്തിപ്പോയതാണ്. അപ്പൊ അതും ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ജിസേട്ടൻ ചെയ്ത് തരുന്നുണ്ട്. ബെൻഡ് ഉണ്ടായിരുന്നു അല്ലേ? അടുത്തിന് എന്താ ചെയ്യാൻ പോണേ? പ്ലാസ്റ്റിക് പ്രൈമർ അടിക്കും. അത് നിന്നെ പ്രൈമർ അടിക്കണേ? അത് ഈ ഫൈബർ പീസ് അല്ല, പുതിയതല്ല. അത് കാരണം ഇത് പെയിന്റ് ഇപ്പൊ നമ്മള് പൊളിഞ്ഞു പോകുന്ന പോലെ പോരാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എവിടം വരെ കുട്ടികൾക്കൊക്കെ വർക്ക് ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞ് ഇനി സ്പോട്ട് നോക്കിയിട്ട് സ്പോട്ട് ഇടണം. അത് കുറച്ചൊപ്പതിന് ശേഷം സ്പോട്ട് നോക്കിയിട്ട് സ്പോട്ട് ഇടണം അല്ലേ? തകർത്ത് പോണം. ജീവിയേട്ടനൊക്കെ ക്ഷീണിച്ച് നിൽക്കുക. എനിക്ക് ഇത് ഫസ്റ്റ് കോട്ടല്ലേ? എന്താ ഒറ്റക്കായ നമ്മളാണെന്തേ ഇതെവിടെ പോയി കണ്ടില്ലല്ലോ? ഉണ്ടായിരുന്നല്ലേ? കംപ്രസർ നമ്മൾ ഓണാക്കാൻ പോയത് എന്താണ്? അങ്ങനെ പ്ലാസ്റ്റിക് പ്രൈമറും കാര്യങ്ങളൊക്കെ ബമ്പറിൽ അടിച്ചു. നമ്മുടെ ഡിക്കിയുടെ അവിടെയും ഒരു ചെറിയൊരു പീസ് വരുന്നുണ്ട്. അതിന്റെ മേളിലും ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പെയിന്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് ആ ഭാഗം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാണ് എയർ അടിച്ച്. ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ മാസ്ക് ചെയ്യുവാണ്. പ്രൈമർ ഉണങ്ങിയപ്പോ കട്ട് ചെയ്തല്ലേ? സ്ലോട്ട് ഇട്ടല്ലേ? പെയിന്റ് ചെയ്യാല്ലേ? ഒറിജിനൽ പെയിന്റ് അടിക്കുക അല്ലേ? അത് ശരി. അതെ നിന്നുള്ള പണിയാ, ഇനി ഇരുന്നുള്ള പണിയാ ഇതൊക്കെ. എന്ത് ബേസ് കോട്ട് അടിച്ചതിന് ശേഷം ഇനി സ്പോട്ട് നോക്കിയിട്ട് സ്പോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒറിജിനൽ പെയിന്റ് അടിക്കും. ഇതിന്റെ മേലിൽ ഇനി എത്ര കൂടെ വരണ്ട്? ഇനി ഇതിന്റെ കുറച്ച് ഇനി സ്പോട്ടുകൾ നോക്കിയിട്ട് സ്പോട്ട് ഇട്ട് അത് കട്ട് ചെയ്ത് പിന്നെ ആ സ്പോട്ട് സെറ്റ് ചെയ്ത് അതിന് ശേഷം ഒറിജിനൽ പെയിന്റ് ഒരു രണ്ട് കൂട്ട് വരും അല്ലേ? ജിബി ഏട്ടൻ നല്ല ആസ്വദിച്ചിട്ട് അടിക്കണേ. ഇതവൻ മനഃപൂർവ്വം ചെയ്തതാ, ഒരു സംശയമില്ല. എന്നെ കാണുമ്പോ അവനുള്ളതാ. അങ്ങനെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്താ സ്പോട്ട് കേൾക്കുന്നല്ലേ? കട്ട് ചെയ്യണം അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓഫ് റോഡ് പോയപ്പോൾ നമ്മുടെ 4 വീലിലും നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ച് വന്നായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് വീണ്ടും നമ്മൾ പെയിന്റ് അടിച്ചാൽ ഇനി ഓഫ് റോഡ് പോകുന്ന ടൈമിൽ നമുക്ക് വീലിന്റെ ആ ഭാഗത്ത് ചിലപ്പോൾ കല്ല് തട്ടിന്നൊക്കെ വരും. അതുകൊണ്ട് നമ്മുടെ ജീസേട്ടൻ പറഞ്ഞു, വെറുതെ പെയിന്റ് ചെയ്ത് പൈസ കളയണ്ട, നമുക്ക് ആ ഭാഗം ഒന്ന് ബ്ലാക്ക് ചെറുതൊന്ന് ടച്ച് ചെയ്ത് വിടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തു തരുന്നുണ്ട് കാണുന്നത്. പെയിന്റ് അടിക്കുവാണെങ്കിൽ ഇതിന്റെ 10 സമയം പോലും വേണ്ട നമുക്ക് ചെയ്തു തീർക്കാൻ. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ ജീസേട്ടൻ നല്ല രീതിയിൽ തന്നെ നമുക്ക് സമയം എടുത്ത് നല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ നമുക്ക് ചെയ്തു തരുന്നത്. അങ്ങനെ വൈകാതെ തന്നെ നമ്മുടെ പെയിന്റിങ്ങിന്റെ പരിപാടി അവസാനിക്കാൻ പോവാണ്. അതിനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ഫൈനൽ ടച്ച് കൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് പെയിന്റിങ് പരിപാടി തീർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫിനിഷിംഗ് റൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. മെല്ലെ ഗ്ലേസിങ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പെയിന്റിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ജിബിയോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിറ്റ്സുബിഷിയുടെ ആ ലോഗോ മാത്രം ഒന്ന് നല്ല രീതിയിൽ തന്നെ റെഡ് അടിച്ച് തരണമെന്ന്. ആള് നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പെയിന്റിങ്ങിന്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ദിവസം ഫുൾ പോളിഷിംഗ് ആണ് ചെയ്യാൻ പോണത്.